പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി എഴുതിച്ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ്. 36 years of service. സുപ്രിയ സ്റ്റീൽ ഹൗസ്, പവിത്ര ഗോൾഡിന് സമീപം, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടതെല്ലാം സൂപ്പർ ഓഫറുകളോടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി മികച്ച കളക്ഷനോട് കൂടി തന്നെ. ഗുഡ് വിൽ ഹൈപ്പർ മാർക്കറ്റ്, ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. ഭക്തലക്ഷങ്ങൾക്ക് സായുജ്യമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ശരണമന്ത്രങ്ങളാൽ പുണ്യദർശനം തേടി ഭക്തർ സായുജ്യമടഞ്ഞു. കാനനക്ഷേത്രത്തിൽ ദീപാരാധന നടക്കവേ സന്ധ്യയ്ക്ക് 6:43 ആദ്യ തവണ മകരജ്യോതി തെളിഞ്ഞത്. 10,000-കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഒരുമിച്ച് ശരണം വിളികൾ ഉയർന്നു. പിന്നാലെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു. മകരവിളക്ക് ദർശിക്കാൻ ഇടുക്കി ജില്ലയിലും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിൽ എത്തി നിരവധി ഭക്തരാണ് അനുഗ്രഹ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ പരുന്തുംപാറയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജെറിൻ പടിഞ്ഞാറക്കര തത്സമയം ചേരുന്നുണ്ട്. ജെറിൻ, മകരജ്യോതി ദർശിച്ച് ഭക്തർ സായുജ്യമടഞ്ഞു. എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു വിശദാംശങ്ങൾ? ഷിബിൻ, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സന്നിധാനവും പരിസരവും മയ്യത്തായിരുന്നു. അതുപോലെ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ തിരുവനന്തപുരത്തെ പരുന്തുംപാറ, പുല്ലുമേട്, അതോടൊപ്പം തന്നെ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും ഭക്തരാൽ നിറഞ്ഞിരിക്കുകയാണ്. വൈകിട്ട് 6:00 തിരുവാഭരണം ചാർത്തി ദീപാവലിക്ക് ശേഷമായിരുന്നു പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞത്. മകരവിളക്ക് കണ്ടതോടെ 2 ലക്ഷത്തോളം ഭക്തർ ശബരിമലയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം പുല്ലുമേട്ടിലാകട്ടെ ഇന്ന് ഉച്ചയ്ക്ക് പുല്ലുമേട് വഴിയാണ് പുല്ലുമേട്ടിലേക്ക് ഭക്തർക്ക് അനുമതി നൽകിയിരുന്നത്. 1 മണിയോടുകൂടി തന്നെ ഏകദേശം 7,500 ഭക്തരാണ് പുല്ലുമേട്ടിൽ എത്തിച്ചേർന്നത്. ഇവർക്ക് വേണ്ടിയുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നത്. വഴിവിളക്കുകൾ, അതോടൊപ്പം തന്നെ സുരക്ഷാ ലൈറ്റുകൾ, കുടിവെള്ളം എന്നിവയുൾപ്പെടെ എല്ലാം ഇവിടെ ക്രമീകരിച്ചിരുന്നു. ഏതായാലും വ്യക്തി ഭക്തർക്കെല്ലാം സന്തോഷപ്പെട്ട് മടങ്ങുന്ന കാഴ്ചയാണ് പുല്ലുമേട്ടിൽ നമുക്ക് പറയാനുള്ളത്. പരുന്തുംപാറയിലാകട്ടെ ഭക്തജനങ്ങൾക്ക് പുറമെ നിരവധി സഞ്ചാരികൾ കൂടി ഈ ഒരു ജ്യോതി ദർശനത്തിന് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പേരുമേട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരുന്തുംപാറയിൽ LED വാളടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു. എങ്കിൽ പോലും LED വാളിൽ ദൃശ്യമാകുന്നതിനേക്കാളും നല്ലൊരു ദൃശ്യം പരുന്തുംപാറയിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പാഞ്ചാലിമേട്ടിലും നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ മടങ്ങിപ്പോക്കുന്നതിന്റെ ഒരു ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മടങ്ങി പോകുമ്പോൾ തീർച്ചയായിട്ടും ഭക്തർ അതിനുവേണ്ടിയുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ പാലിക്കണമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. പുല്ലുമേട്ടിൽ നിന്ന് എല്ലാ ഭക്തരും താഴേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അവിടുന്ന് വാഹനങ്ങൾ എടുക്കുകയുള്ളൂ പോലീസ് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. സന്നിധാനത്തേക്ക് തിരിച്ച് ഭക്തരെ കടത്തിവിടില്ല. അതോടൊപ്പം തന്നെ ഷട്ടർ മേഖലയിലേക്കും ഭക്തരെ കടത്തിവിടില്ല. കോഴിക്കാനത്ത് നിന്ന് KSRTC ബസ്സുകളുടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50ഓളം KSRTC ബസ്സുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവരെ വണ്ടിപ്പെരിയാർ, അതോടൊപ്പം കുമളി, പീരുമേട് എന്നീ സ്ഥലങ്ങളിലേക്ക് ഈ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നു. ഈ KSRTC ബസ്സുകൾ സർവീസ് ഭക്തർ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനു പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാഞ്ചാലിമേട്ടിലും പീരുമേട്ടിലും ഭക്തർ എത്തിയിരിക്കുന്ന അതേ വാഹനങ്ങൾ തന്നെ തിരികെ പോകണം. ഒരു കാരണവശാലും അമിത വേഗത കുറച്ചുകൊണ്ട് തന്നെ പോകണമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. തിക്കും തിരക്കും കൂട്ടാതെ ഭക്തർ തിരിച്ച് മടങ്ങണമെന്ന് പറയുന്നു. ഏതായാലും ദീർഘനാളത്തെ ഒരു കാത്തിരിപ്പിനാണ് മകരജ്യോതി കണ്ട ശേഷം ഭക്തർ ഇവിടുന്ന് മടങ്ങുന്നത്. ജെറിൻ, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭക്തരുടെ ഒരു തിരക്ക് എപ്രകാരമായിരുന്നു? ജില്ലയിൽ പ്രധാനമായും പാഞ്ചാലിമേട്, പരുന്തുംപാറ, പുല്ലുമേട് എന്നിവിടങ്ങളിലാണ് മകരജ്യോതി ദർശിക്കാൻ കൂടുതലായും ഭക്തർ എത്തുന്നത്. ഭക്തരുടെ തിരക്ക് ഇത്തവണ നിയന്ത്രണാതീതമായിരുന്നു. തീർച്ചയായിട്ടും 3 കേന്ദ്രങ്ങളിലും നിയന്ത്രണാധീനമായി തന്നെ പറയാം. പുല്ലുമേട് ദുരന്തങ്ങൾക്ക് ശേഷം വിപുലമായ ക്രമീകരണമാണ് എല്ലാ മേഖലയിലും ജില്ലാ ഭരണകൂടത്തിലും സർക്കാർ നേതൃത്വത്തിലും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളെ കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പാഞ്ചാലിമേട്ടിൽ ഏകദേശം 4,000-ഓളം ഭക്തർ, പുല്ലുമേട്ടിൽ കഴിഞ്ഞ 10,000-ൽ താഴെ ഭക്തർ എന്ന രീതിയിൽ മാത്രമാണ് എത്തുന്നത്. ഇതേ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പുല്ലുമേട്ടിൽ ഇത്തവണയും 7,500-ൽ താഴെ ഭക്തർ മാത്രമാണ് എത്തിയിരിക്കുന്നത്. പാഞ്ചാലിമേട്ടിലെയും പരുന്തുംപാറയിലും കണക്കുകൾ വൈകിട്ടോടുകൂടി വ്യക്തമാകും. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള തിരക്കുണ്ടായില്ലെങ്കിൽ പോലും എത്തിയ ഭക്തർക്കെല്ലാം ആവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ 3 മേഖലകളിൽ നിന്നും മടങ്ങുന്നത്. ഷിബിൻ, വിവരങ്ങൾ വ്യക്തമാകുന്നു. ഭക്തലക്ഷങ്ങൾക്ക് സായുജ്യമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞിരിക്കുന്നു. നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ശരണമന്ത്രങ്ങളാൽ പുണ്യദർശനം തേടി ഭക്തർ സായുജ്യമടഞ്ഞു. കാനനക്ഷേത്രത്തിൽ ദീപാരാധന നടക്കവേ സന്ധ്യയ്ക്ക് 6:43 ആദ്യ തവണ മകരജ്യോതി തെളിഞ്ഞത്. തുടർന്ന് അല്പസമയത്തിനകം 2 തവണ കൂടി ജ്യോതി തെളിഞ്ഞു. 10,000-കണക്കിന് ഭക്തരുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഒരുമിച്ച് ശരണം വിളികൾ ഉയർന്നു. പിന്നാലെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യനെ കാണാൻ
പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി എഴുതിച്ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ്. 36 ഇയേഴ്സ് ഓഫ് സർവീസ്. സുപ്രിയ സ്റ്റീൽ ഹൗസ്, പവിത്ര ഗോൾഡിന് സമീപം, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ആയുർവേദ ചികിത്സയിൽ 8 തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു. ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി ജംഗ്ഷൻ, കുമിളി. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടതെല്ലാം സൂപ്പർ ഓഫറുകളോടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി മികച്ച കളക്ഷനോട് കൂടി തന്നെ. ഗുഡ് വിൽ ഹൈപ്പർ മാർക്കറ്റ്, ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്.